ഹലോ. ഡൽഹിയിലെ ന്യൂസ് കേൾക്കുന്നതല്ലേ? എന്താണെന്ന് ചിലർക്കൊരു ഐഡിയ കിട്ടുന്ന കാണത്തില്ല. കാരണം ഡൽഹിയിൽ ഇപ്പോൾ എന്താണ് ഇഷ്യൂ? നമ്മുടെ നാട്ടിൽ ഒരു എക്സാം എഴുതി, ജസ്റ്റ് ഒരു എക്സാം എഴുതി, ആ എക്സാമിന് ലീക്കായി പോയി പേപ്പർ. അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഗവൺമെന്റ് അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ അടിക്കുന്നു. അതൊരു കാര്യമാണോ എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ? പക്ഷെ എന്നാൽ അത് ഒരുപാട് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരുപാട് മാതാപിതാക്കളുടെ ഓരോ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ഒറ്റ ഗവൺമെന്റ് ആണ് ഇല്ലാതായത്. നമുക്ക് വരുന്നൊരു തലമുറയാണ് ഇനി നമുക്ക് ശേഷം വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നവർ. ഒരുപാട് പേരെ സ്വപ്നങ്ങളാണ് ഇല്ലാതൊക്കെ ഒരു ഗവൺമെന്റ് കാരണം. നമ്മളൊരു 10th പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്ക് എന്നിട്ട് നിങ്ങൾ എക്സാം മാറ്റി വെച്ചു. അപ്പം അവർക്കുണ്ടായിരുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, അതിന്റെ എത്രയും ഇരട്ടി ഇത്രയും വലിയ നീറ്റ് എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു എക്സാം പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ അതിനെതിരെ നല്ലൊരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അതിനെതിരെ നല്ല രീതിയിലുള്ളൊരു ലോ പരമായിട്ട് നടപടിയെടുത്തേനെ. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയല്ല ചെയ്തത്. അതിനെതിരെ നമ്മുടെ ആ എക്സാം മാറ്റിവെച്ചതിനെ തുടർന്ന് ഈ ഒരുപാട് പേര് ഒരു ഗവൺമെന്റ് യാതൊരു നടപടി എടുക്കാത്ത കാരണം ഒരുപാട് പേര് പ്രക്ഷോഭ കളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അവരെ അടിച്ചമർത്തുന്നതല്ലാതെ നമ്മുടെ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് തന്നിട്ടില്ല. ഇതിന് സോനം വാങ്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തി 20 ദിവസം നിരാഹാര സമരം കിടന്നിട്ടും അദ്ദേഹത്തിന് അവിടെ നിന്നെടുത്ത് മാറ്റുന്നതല്ലാതെ യാതൊരുവിധ നല്ല രീതിയിലുള്ള നിയമ നടപടികളൊന്നും നമ്മുടെ ഗവൺമെന്റ് നടത്താൻ പറ്റിയിട്ടില്ല. ഇത്രയും നല്ലൊരു ഗവൺമെന്റിനെ ജയിപ്പിച്ചു വിട്ടത് നമ്മളാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. സത്യം പറയാലോ, എന്തിനാണ് ഇങ്ങനെ ഗവൺമെന്റ് നമ്മൾ പോയി ഇൻസ്റ്റയിൽ ഹാഷ്ടാഗ് ഇട്ടിട്ട് റിസൈൻ ചെയ്യണം, നരേന്ദ്രമോദി റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യാതൊരു കാര്യമില്ല. അവർക്ക് ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. അവരുടെ വീട്ടിൽ അമ്മ, അനിയത്തി, ബന്ധുക്കൾ, സഹോദരങ്ങൾ ആരും എഴുതിയ എക്സാം അവർക്ക് എഴുതാനുള്ള എക്സാം ഒന്നും ആയിരുന്നില്ല. ഇത് നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വേണ്ട ഒരു എക്സാമാണ്. അതൊന്നും അവർ ബാധിക്കുന്ന കാര്യമില്ല. അവർക്ക് കുറച്ച് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കുത്തിരിപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണം. അല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് നമുക്ക് ചിന്തിക്കുന്നത്? എത്ര കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഒരു ഗവൺമെന്റ് ആണ് ഇല്ലാതാക്കിയത്? ഇത് തന്നെ എത്ര കുട്ടികൾ മരിച്ചെന്നറിയോ? ഇതിനെതിരെ പ്രക്ഷോഭത്തിന്റെ ഇറങ്ങിയ ഒരുപാട് ആൾക്കാരെ അടിച്ചമർത്തി ഉപദ്രവിക്കുക, ലാത്തി വീശുക. അതായത് ചില വീഡിയോസിൽ പോലും യാതൊരുവിധ ഗവൺമെന്റിന്റെ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാർ പോലും ഇതിനകത്ത് ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് നേരെ തിരിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ട്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളെ ബ്രിട്ടീഷുകാർ നമ്മളെ ഒരു കാലത്ത് നമ്മളെ അടിച്ചമർത്തി നമുക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് വേറൊരു രാജ്യക്കാരാണ് അവർ. നമ്മൾ ശരിക്കും മുന്നേയുള്ള കാര്യമല്ലേ? വേറൊരു രാജ്യക്കാരല്ലേ നമ്മൾ ചെയ്തത്? നമ്മുടെ നാട്ടുകാരല്ലല്ലോ. എന്നിട്ട് നമ്മൾ അത്രയും പ്രക്ഷോഭത്തിന് ഇറങ്ങി. പക്ഷേ നമ്മുടെ സ്വന്തം നമ്മൾ ജയിപ്പിച്ച വിട്ട ആൾക്കാർ നമ്മുടെ എതിരെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് രീതിയിലുള്ള ഇതാവും? ഒരിക്കലും നല്ലൊരു ഗവൺമെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ഒരിക്കലും പോകില്ല. എത്ര കുട്ടികളുടെ സ്വപ്നങ്ങളാണ് ഈ മരിച്ചു പോയ ആത്മഹത്യ ചെയ്ത ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകൂ? മരിച്ചവർക്ക് എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത ഒന്നും മരിച്ചതിന് ശേഷവും ആക്രമിക്കുന്നതിന് മുന്നേ ആക്രമിച്ചതിന് ശേഷം നൽകിയിട്ടോ യാതൊരു കാര്യമില്ല. ഒരു കാര്യം നമ്മൾ എത്ര നല്ല രീതിയിലായാലും നീക്കം ചെയ്യാനും അല്ലെങ്കിൽ നടപടി എടുക്കാൻ പറ്റാം. അല്ലെങ്കിൽ ഗവൺമെന്റ് വെറും വേസ്റ്റാണ് ഉള്ളത് പറയാമല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇത് ഡൽഹിയിലല്ലേ, ഞങ്ങളുടെ നാട്ടിലല്ലല്ലോ, കേരളത്തിലല്ലല്ലോ ഇഷ്യൂ നടന്നത്. അപ്പം ഇതിനെ എനിക്ക് പ്രതികരിക്കാം. പക്ഷേ ഇന്ന് ഡൽഹിയിൽ നടത്തി നാളെ കേരളത്തിൽ നടക്കാനും വലിയ താമസമൊന്നുമില്ല. അതായത് നമ്മുടെ കേരളത്തിലെ ഭരണം നല്ലതാണെങ്കിൽ പോലും ഇതിന് മുകളിൽ ഒരു കേന്ദ്ര ഭരണം എന്ന സംവിധാനമുണ്ട്. ആ കേന്ദ്ര ഭരണം അത്രയ്ക്ക് മോശമായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ കേരളത്തെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെയാണ് അപ്പം നാളെ നമ്മുടെ മക്കളും വളർന്നു വരും, അവർക്കും ഓരോ സ്വപ്നങ്ങൾ ഇതുപോലെ ഉണ്ടാവും. ആ സ്വപ്നം അടിച്ചമർത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും? നമ്മളത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ പ്രതികരിച്ചാൽ